കഥക തുറക്ക്. രഘു പോലടാ. അമ്പിളി മോളെ തുറക്ക് മോളെ. രഘു അവള് വല്ല കടുങ്കൈ കാണിക്കുമ്പോ കഥക തുറക്ക് മോളെ. രഘു പോവല്ലേ. അമ്പിളി വല്ല കടുങ്കൈ കാണിക്കും രഘു. അമ്മ അവളൊന്നും കാണിക്കാൻ പോകുന്നില്ല, വെറുതെ പേടിപ്പിക്കുന്ന. ഇതോടെ അവളെല്ലാം പഠിച്ചോളും. മോളെ 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 അമ്പിളി മോളെ കഥക തുറക്ക് മോളെ. അവിവേകം ഒന്നും കാണിക്കല്ലേ. അമ്മ വിട്. രഘു പറയുന്ന കേൾക്കാന്ന് പറഞ്ഞ അമ്മാവ വിട്ടേ. അമ്മാവ വാതിൽ തുറക്ക് മോളെ. മോളെ അമ്പിളി ഞാൻ പറയുന്നതൊന്ന് കേക്ക് മോളെ. കഥക തുറക്ക്. ആന്റിയെ പറയുന്നു മോളെ. രഘു വാ. അമ്മ വാ മോളെ. അമ്മാവ എന്നെ വിട്. ഞാൻ പോവാ. വാതിൽ തുറക്ക് മോളെ. മോളെ അമ്പിളി ആന്റിയെ പറയുന്നു. മോള് വാതിൽ തുറക്ക് മോളെ. രഘു നിക്കോളെ. അമ്മാവ മാറി ഇറങ്ങി വന്ന് എന്റെ മോളെ രക്ഷിക്ക രഘു. ഇല്ലെങ്കിൽ നീ എന്റെ നെഞ്ചത്തോട് വണ്ടി ഏറ്റിക്കൊണ്ട്. അമ്മ മാറി നിൽക്കമ്മാവ. ഇല്ല, നീ വണ്ടി എടുത്തോ. എന്റെ നെഞ്ചത്തോടെ കേട്ട്, അല്ലെങ്കിൽ എന്റെ മോളെ രക്ഷിക്ക്. അമ്പിളി അമ്പിളി മോളെ കഥക തുറക്ക് മോളെ. ആന്റി പറയുന്നതൊന്ന് കേക്ക് മോളെ. അമ്പിളി അയ്യോ. അമ്മാവ മാറി നിൽക്കമ്മാവ. ഇല്ല, നീ വണ്ടി എടുത്തോ. അമ്പിളി അമ്പിളി മോളെ. അമ്പിളി അമ്പിളി മോളെ. മോളെ 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 ആന്റിയെ പറയുന്ന മോളെ. അയ്യോ അയ്യോ മോളെ അമ്പിളി അവിവേകം ഒന്നും കാണിക്കല്ലേ മോളെ. മോളെ അമ്പിളി അങ്ങനെ ഒന്നും ചെയ്യില്ലേ മോളെ. രഘു ഒന്നിറങ്ങടാ. എന്റെ മോളെ ഒന്ന് രക്ഷിക്ക്. എടാ ഒന്നിറങ്ങി വാ. ഒന്ന് വേഗം സരോജിനി, ഇവരോടൊന്ന് പറ. അവൾ അവിവേകം കാണിക്കാൻ ഒരുങ്ങുക. അമ്പിളി ഫാനില് ആ മാഷെ. ഒന്ന് വേഗം വാ മാഷെ. രഘു ഒന്ന് ഇറങ്ങി വാടാ. വാ മോനെ വാ. മോളെ അമ്പിളി. മോളെ അമ്പിളി. അമ്പിളി വാതിൽ തുറക്ക. അമ്പിളി വാതിൽ തുറക്ക്. അമ്പിളി വാതിൽ തുറക്കാൻ. അമ്പിളി അമ്പിളി രഘു ഇവിടുന്ന് എങ്ങോട്ട് പോവില്ല. നീ വാതിൽ തുറക്ക്. അമ്പിളി വാതിൽ തുറക്ക. അമ്പിളി വാതിൽ തുറക്ക്. അമ്പിളി ഞാൻ ഒരിടത്തും പോകുന്നില്ല. നീ ഒന്ന് വാതിൽ തുറക്ക. അമ്പിളി ഇല്ല ഞാൻ ചവിട്ടി പൊളിക്കുവേ. അമ്പിളി ഞാൻ ഒരിടത്തും പോകുന്നില്ല. അയ്യോ വാതിൽ തുറക്ക്. മോളെ വാതിൽ തുറക്ക്. മോളെ മോളെ നീ നിന്റെ കൊച്ചിനെ ഓർത്തെങ്കിലും ഇറങ്ങി വാ അമ്പിളി. അമ്പിളി ഞാൻ പറയുന്ന മര്യാദയ്ക്ക് കേട്ടോ. മോളെ ഞാൻ എങ്ങും പോകുന്നില്ല. മോളെ വാതിൽ തുറക്ക്. അവിവേകം ഒന്നും കാണിക്കല്ലേ മോളെ. അയ്യോ മാഷേ. രഘു അമ്പിളി അമ്പിളി വാതിൽ തുറക്കാനാ പറഞ്ഞേ. അമ്പിളി മാഷേ, മോളെ വാതിൽ തുറക്ക്. മാഷേ, രഘു പുറത്ത് ജനലിൽ കൂടെ നോക്കിയാ കാണാം മാഷേ. അമ്പിളി മോളെ. അവിവേകം കാണിക്കാൻ ഒരുങ്ങുക. അമ്പിളി. ഒന്ന് വേഗം വാ. അമ്മ വന്നേ. വാ രഘു. മോളെ അയ്യോ മോളെ അമ്പിളി അമ്പിളി നീ നിന്റെ കുഞ്ഞിനെങ്കിലും ഒന്ന് ഓർത്ത് വാതിൽ തുറക്ക് മോളെ. മോളെ ലച്ചൂട്ടി അമ്മ ഒന്ന് വിളിക്കും മോളെ. തുറക്കമ്പിളി. മോളെ വിളിക്കല്ലേ കേട്ടില്ലേ. മുത്തച്ഛനെല്ലാം നോക്കിക്കോളും. അമ്മ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. അമ്മ പോവാ. അമ്പിളി. അമ്പിളി അയ്യോ രഘു എന്റെ മോള്. അയ്യോ അമ്പിളി നീ എന്താ മോളെ, കാണിക്കുന്നത്? അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ എന്തിനാ മോളെ. വേണ്ടടി അമ്പിളി. നീ താഴെ ഇറങ്ങമ്പളി. നിന്നെ മോളെ വിട്ടിട്ട് ഞാൻ പോവോ? നീ വെറുതെ അബദ്ധം കാണിക്കാതെ താഴെ ഇറങ്ങമ്പളി. വേണ്ട, ഞാൻ പോയാലേ എന്റെ വില എല്ലാവർക്കും മനസ്സിലാകും. അയ്യോ ഞാൻ ജീവിച്ചിരുന്ന നിങ്ങൾ ഞാൻ എപ്പോഴും ശല്യം ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ എന്റെ മോളെ നല്ല രീതിയിൽ നോക്കിയാ മതി രഘുവേട്ട. അമ്പിളി വേണ്ട മോളെ. പറയുന്നൊന്ന് കേക്കമ്പളി. മോളെ രഘു, അമ്പിളി മോളെ ഈ കുഞ്ഞിനെ നീ എല്ലാം ഓർക്കണ്ട. അമ്പിളി കുഞ്ഞിനെ ഓർത്തെങ്കിലും അമ്പിളി നീ ഒന്ന് പറയുന്ന കേക്ക്. ഈ കുഞ്ഞിന്റെ മോൻ കണ്ടിട്ട് നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അമ്പിളി? രഘുവേട്ട വേണ്ട, അവളെ കൊണ്ട് ഇവിടുന്ന് പോ. അവളെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടാ ഞാൻ പോകുന്നത്. അമ്പിളി എന്നാ നീ ഒറ്റയ്ക്ക് പോകണ്ട. ഞാനും മോളും നിന്നോട് വരാം. വണ്ടിക്കകത്ത് ഡീസൽ ഉണ്ട് കേട്ടോ. ഞങ്ങളും കത്തി തീർന്നോളാം. രഘു എന്തേ കാണിക്കണേ. അമ്മ വിട്. നിങ്ങൾക്ക് പ്രാന്താണോ? അവളെ രക്ഷിക്ക്. അവൾക്ക് ഈ കുഞ്ഞിനെ ഓർത്തെങ്കിലും ഇങ്ങനെ ചെയ്യാതിരുന്നൂടെ? മോളെ, അമ്പിളി. മോളെ ഇവിടെ ഒരു കൂട്ടം കുരുതിക്ക് നീ കാരണക്കാരിയാവരുത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല അമ്പിളി. ഇനി അങ്ങോട്ട് ജീവിക്കാൻ മോൾക്ക് എന്താ വേണ്ടത്? ഈ അച്ഛനോട് പറ. അച്ഛനത് സാധിച്ചു തരാം. അമ്പിളി നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ അമ്മാവനോട് പറ. നിന്റെ ജീവനേക്കാൾ വലുതല്ല മോളെ അച്ഛന് വേറെ ഒന്നും.
ഒരു നിമിഷം കൊണ്ട് നീ എല്ലാം ഊതിക്കെടുത്തരുത് മോളെ. നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ അച്ഛനോട് പറ മോളെ. അമ്പിളി അമ്പിളി പറ അമ്പിളി, നീ എന്തിനാ അമ്മാവനെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നേ? നമ്മൾ ഈ വീട്ടിൽ നിന്ന് പോവാൻ തീരുമാനിച്ചല്ല അമ്പിളി. നിനക്ക് എന്നാ പോകണ്ട, എവിടെ പോകണ്ടെന്ന് വെച്ചാൽ പോവാം. ഞാൻ പറയുന്നൊന്ന് കേക്ക് അമ്പിളി. അമ്പിളി, ഇനി ഈ വീട്ടിൽ നിന്ന് ഞാൻ പോയാ നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പോയി തരാം അമ്പിളി. അച്ഛൻ എന്തിനാ ഇവിടുന്ന് പോകുന്നേ? ഇത് അച്ഛന്റെ വീടല്ലേ? ആ, എന്നാ നമുക്ക് പോവാം. സച്ചി സാറിന് വാടക വീട്ടിലേക്ക് പോവാം. അവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലോ, നമുക്ക് അത് മതി. വേണ്ട, രഘുവേട്ടൻ ആരുടെയും കീഴിൽ ജോലി ചെയ്തത് എനിക്ക് ഇഷ്ടമല്ല. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി. അമ്പിളി, ഞാൻ ഇപ്പൊ തന്നെ അനുപമയെ വിളിച്ച് രഘുവിന് കൊടുക്കാമെന്ന് പറഞ്ഞ പണത്തിന്റെ കാര്യം സംസാരിക്കാം. എന്നിട്ട് നീ പുതിയൊരു ബിസിനസിനെ കുറിച്ച് ചിന്തിക്കും. അതും വേണ്ട. ഇനി ആരുടെ സഹായം എനിക്കും രഘുവേട്ടനും വേണ്ട. ഞങ്ങള് ജീവിതം ഒന്ന് തുടങ്ങാൻ പോവാ. അതിന് രഘുവേട്ടൻ തയ്യാറുണ്ടോ? ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞില്ലേ? നീ പറയുന്നില്ല, അതുപോലെ ചെയ്യാം. എങ്കിൽ നമ്മൾ ഇനി ഇവിടെ തന്നെ ജീവിക്കും. ഈ വീടിന്റെ പാതി ഷെയർ ഞങ്ങളുടെ പേരിൽ അച്ഛൻ എഴുതി തരണം.